വഖഫിൻ്റെ കാര്യം പലവട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാതിരുന്നത്. വഖഫ് വിചിത്രമായ നിലപാടാണല്ലോ സർക്കാർ സ്വീകരിച്ചത്. ഒരു ന്യായീകരണവും അതിനില്ല. കാരണം വഖഫ് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു പെറ്റീഷൻ കോടതിയുടെ മുന്നിലുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെൻറ് അങ്ങോട്ട് പോയി പറയുകയാണ്, ഞങ്ങൾ ഇത് പുനഃസംഘടിപ്പിക്കുന്നതിന് അനുകൂലമാണ്. അത് രണ്ടാളുകൾ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് വേണ്ടവരില്ലാത്തത് ശരിയല്ല, അവരെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് അങ്ങോട്ട് പറയുകയാണ്. അത്തരമൊരു നിലപാട് എന്തിനാണ് എടുത്തത്? ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടി വന്നപ്പോൾ ആ 2 അമുസ്ലിങ്ങൾ വേണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാതെ പുനഃസംഘടിപ്പിക്കാനുണ്ടായത്. മാത്രമല്ല, ആ നിയമത്തെ ചോദ്യം ചെയ്ത് അന്നത്തെ LDF സർക്കാർ സുപ്രീം കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലപാടിലല്ലേ നിൽക്കേണ്ടത്? വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൻ്റെ കാലാവധി തീരുന്നതുവരെ ആ ബോർഡ് തുടരേണ്ടതാണ്. അതിനാവശ്യമായ സൗകര്യങ്ങളാണ് ഒരു സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. ഒരു അനുഭവം ഞാൻ പറയാം. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ വഖഫ് ബോർഡ് ഉണ്ടായിരുന്നു. ആ വഖഫ് ബോർഡ് UDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡായിരുന്നു. ഞങ്ങളത് തുടരട്ടെ എന്നാണ് വെച്ചത്. അതിൻ്റെ കാലാവധി പൂർത്തിയായപ്പോഴാണ് പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാൻ ഉള്ള നടപടിയല്ലേ എടുക്കേണ്ടത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറുക്കു വഴി സ്വീകരിക്കുന്ന നിലയാണുണ്ടായത്. ഏതായാലും ഇപ്പോൾ ഒരു മാറ്റം UDF സർക്കാരിന് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം നാട്ടിലാകെയുള്ള ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കുകയാണെന്ന് പറയുന്ന നില വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ എന്താണത് ആദ്യം തോന്നാതിരുന്നത്? ഏത് തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് 2 അമുസ്ലിങ്ങളെ നിയമിച്ചുകൊണ്ട് ഇത് പുനഃസംഘടിപ്പിക്കാം എന്ന നിലപാട് UDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്? അപ്പോൾ ആ നിലപാടാണ് തിരുത്തേണ്ടത്. അതിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ശരിയല്ലാത്ത നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ശക്തമായ നിലപാട് ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കാൻ ഗവൺമെൻറ്റും അത് പൊതുവിൽ കഴിയണം, ഇത്തരം പാർട്ടികൾക്കും കഴിയണം.